അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെയായി 68 ആയത്തുകളാണ് മനഃപ്പാഠമാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 69ാമത്തെ ആയത്താണ് മനഃപ്പാഠമാക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും പഠിക്കാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ച് ഈ ക്ലാസ്സിൽ തുടരണമെന്ന് അപേക്ഷിക്കുന്നു. അതേപോലെ ഈ പാഠഭാഗങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുവാനും പടച്ചവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ചാനലിനെ സാമ്പത്തികപരമായി സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് UPI ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ചാനൽ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നോക്കാം. ഇതിൽ കാഫ് കാലു, അതിലെ കാഫ്, അതേപോലെ കാല യഖൂലു അവിടെയുള്ള കാഫ്, ബക്കറത്തുൻ അവിടെ കാഫും റായും, സഫ്ര അതിൽ സ്വാദും റായും, ഫാഖിഉം കാഫ്, തസറു അവിടെയും റ, നാലിരീൻ ല എന്നീ അക്ഷരങ്ങൾ തഫ്ഹീം ചെയ്യണം. അതേപോലെ കാലു ദഅലന ദാലിന് സുക്കൂനുള്ളതുകൊണ്ട് കൽക്കലയുടെ നിയമമാണ് വരിക. ശബ്ദം പ്രതിധ്വനിപ്പിക്കണം. യുബയ്യല്ലന അവിടെ ഇദ്ഗാം ബിഗൈരി ഉന്നയാണ്, അതായത് ഇദ്ഗാം ബിലാ ഗുന്ന. നൂനിനെ മറച്ചു വെച്ച് മണിക്കാതെ ചേർത്ത് ഓതണം. ഇന്നഹു അതേപോലെ ഇന്നഹ, നാലിരീൻ ഈ 3 സ്ഥലങ്ങളിലും നൂനിന് ശബ്ദമുണ്ട്, അതുകൊണ്ട് 2 ഹർക്കത്ത് മണിക്കണം. പിന്നെയുള്ളത് ബഖറത്തുൻ സ അവിടെ ഇഖ്ഫാൻ്റെ നിയമമാണ് വരിക. നൂനിനെ മറച്ചു വെച്ച് മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. അതേപോലെ ബഖറത്തുൻ സ്വാദ് കനപ്പിച്ചോതിയതുകൊണ്ട് മണിക്കുന്നതും കുറച്ച് സാധാരണ മണിക്കുന്നതിലും കുറച്ച് കനപ്പിക്കണം. ബഖറത്തുൻ സ. പിന്നെയുള്ളത് സഫ്രാ അവിടെ മദ് മുത്തസിലാണ്, 4-5 ഹർക്കത്ത് നിർബന്ധമായും നീട്ടണം. ഫാഖിഉൻ ലൗനുഹ അവിടെയും ഇദ്ഗാം ബിഗൈരി ഉന്നയാണ്, നൂനിനെ മറച്ചു വെച്ച് മണിക്കാതെ ചേർത്തി ഓതണം. തസറുൻ നാലിരീൻ ഉറാക്ക് ശബ്ദമുണ്ട്, അതുകൊണ്ട് നല്ലപോലെ കനപ്പിക്കണം. നാലിരീൻ ഇവിടെ നൂനിന് മുകളിൽ ചെറിയ മദ്ദിൻ്റെ അക്ഷരമുണ്ട്. അതേപോലെ ഇന്നഹു അവിടെയും ചെറിയ മദ്ദിൻ്റെ അക്ഷരമുണ്ട്, അതുകൊണ്ട് മദ് അസ്ലിയാണ്, 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. പിന്നെയുള്ളത് മദ് ആരിദു സുക്കൂനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. അവർ പറഞ്ഞു, അതിൻ്റെ നിറമെന്തായിരിക്കണമെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുവാൻ ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം. മൂസ പറഞ്ഞു, കാണികൾക്ക് കൗതുകം തോന്നിക്കുന്ന തെളിഞ്ഞ മഞ്ഞ നിറമുള്ള ഒരു പശുവായിരിക്കണം അതെന്നാണ് അവൻ അള്ളാഹു പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. കാലു അവർ പറഞ്ഞു, ഉലന ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കുക, റബ്ബക്ക താങ്കളുടെ റബ്ബിനോട്, യുബയ്യില്ലന അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ, മാ ലൗനുഹ അതിൻ്റെ നിറമെന്തെന്ന്. കാല അദ്ദേഹം പറഞ്ഞു, ഇന്നഹു യഖൂലു അവൻ പറയുന്നു, ഇന്നഹ ബഖറത്തുൻ അത് ഒരു പശുവാകുന്നു, സഫ്രാഉ മഞ്ഞ വർണ്ണമുള്ളത്, ഫാഖിഉൻ തനി, ലൗനുഹ അതിൻ്റെ നിറം, തസുറു അത് സന്തോഷിപ്പിക്കും, നാലിരീൻ നോക്കുന്ന കാണുന്നവരെ. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്ക് ഈ ആയത്ത് മനഃപ്പാഠമാക്കാൻ നോക്കാം. മനഃപ്പാഠമാക്കുമ്പോൾ ഓരോ അക്ഷരത്തിൻ്റെ ഇടയിലും വിരൽ വെച്ച് വളരെ സൂക്ഷ്മതയോടെ നോക്കി ആവർത്തിച്ച് ഓതണം.
قالوا ادع لنا ربك يبين لنا ما لونها قالوا ادع لنا ربك يبين لنا ما لونها قالوا ادع لنا ربك يبين لنا ما لونها. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം. മനസ്സിൽ പതിഞ്ഞതിനു ശേഷം മാത്രമേ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ. قال إنه يقول إنها بقرة صفراء قال إنه يقول إنها بقرة صفراء قال إنه يقول إنها بقرة صفراء. കാണാതെ നോക്കൂ. മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിച്ച് ഓതണം. മനസ്സിൽ പതിയതിനു ശേഷം മാത്രമേ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ. فاقع لونها تسر الناظرين قالوا ادع لنا فاقع لونها تسر الناظرين قالوا ادع لنا فاقع لونها تسر الناظرين قالوا ادع لنا. ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മൊത്തമായി ഒന്ന് ഓതി നോക്കാം. قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين قالوا ادع لنا. ഇതൊന്ന് കാണാതെ നോക്കൂ. ഈ ആയത്ത് മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിച്ച് ഓതണം. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ആയത്തിലേക്ക് പോകാൻ പാടുള്ളൂ, അടുത്ത ക്ലാസ്സിലേക്ക്. ഇത് മനഃപ്പാടമാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ മനഃപ്പാടമാക്കിയ ആയത്ത് 20 തവണയെങ്കിലും ആവർത്തിച്ച് ഓതണം. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിസ്കാരത്തിലോ യാത്രയിലോ മറ്റു സമയങ്ങളിലോ നിങ്ങൾ ഈ പഠിച്ച ഭാഗങ്ങളൊക്കെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം. അത് നിങ്ങൾക്ക് ഈ പഠിച്ച ഭാഗങ്ങൾ മറന്നു പോകാതെ കാലാകാലം നിലനിർത്താൻ സാധിക്കും. പിന്നെ ഈ ആയത്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒരു നല്ല ഖാരിയുടെ ഖിറാഅത്ത് കേൾക്കണം, ആവർത്തിച്ച് കേൾക്കണം. അത് നിങ്ങളുടെ ഖിറാഅത്ത് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.